اللهم صل على سيدنا ومولانا محمد صاحب الطاعة والمعراج والبراك والألم دافع البلاء والوباء والقهط والمرض والألم اسمه مكتوب مرفوع مشفوع منقوش في اللوح والقلم سيد العرب والعجم جسمه مقدس مغطر مطهر منور في البيت والحرم شمس الله بدر الدجى صدر الأولى نور الهدى كف الورى مصباح الظلم جميل الشيم شفيع الأمم صاحب الجود والكرم والله عاصمه وجبريل خادمه والبراق مركبه والمعراج سفره وسدرة المنتهى مقامه وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجود سيد المرسلين خاتم النبيين شفيع المذنبين أنيس الغريبين رحمة للعالمين راحة العاشقين مراد المشتاقين شمس العارفين سراج السالكين مصباح المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين إمام القبلتين وسيلتنا في الدارين صاحب قاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين مولانا ومولى الثقلين أبي القاسم محمد بن عبد الله بن عبد المطلب نور من نور الله يا أيها المشتاقون بنور جماله صلوا عليه وآله وصحبه وسلم. ഇതാണ് സ്വലാത്തു താജ്. സ്വലാത്തു താജ് എന്ന് പറഞ്ഞാൽ സ്വലാത്തുകളുടെ രാജാവ്. നൂറുകണക്കിന് സ്വലാത്തുകൾ 10 15 ജന്മമെടുത്താലും പഠിച്ചു തീർക്കാൻ കഴിയാത്ത സ്വലാത്തുകൾ, ഒരുപാട് സ്വലാത്തുകൾ ഇന്ന് നമുക്കിടയിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഈ സ്വലാത്ത്? അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഇനി ഞാൻ നല്ലൊരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞു.
ഇനി നമുക്ക് ചെറിയ 2 പാട്ടാവും, കുറച്ച് വരികൾ മാത്രം. അതായത് എൻ്റെ ചെറുപ്പത്തിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ ഞാൻ പാടുന്ന ഒരു പാട്ടാണ്. പാത്തു പാത്തു നിന്റെ കണ്ണുകളിൽ എന്താണ്, ഇത്രയേ അറിയുള്ളൂ അല്ലേ, അതിൻ്റെ ബാക്കി വകയ്ക്ക് ഓർമ്മയില്ല. പിന്നെ വേറൊരു പെൺകുട്ടീനെ കാണുമ്പം ഞാൻ പാടുന്ന വേറൊരു പാട്ടാണ്, അതൊരു സിനിമാ പാട്ടാണ്. മിണ്ടാത്തതെന്തേ കിളിപ്പെണ്ണേ നിന്നുള്ളിൽ തേനൊലിയോ തേങ്ങലോ, തേനൊലിയോ തേങ്ങലോ. ഇത് സിനിമാ പാട്ടാണ്. ഞാൻ ആദ്യം ചൊല്ലിയത് സ്വലാത്തു താജ്, സ്വലാത്തുകളുടെ രാജാവ്. പിന്നെ പാടിയത് ഒരു മാപ്പിളപ്പാട്ടിൻ്റെ ഒരു വരി മാത്രം, അത്ര എനിക്ക് ഓർമ്മയുള്ളൂ. അതിൻ്റെ ബാക്കി ഭാഗം ഓർമ്മയില്ല. അതിനുശേഷം പാടിയത് ഒരു സിനിമാ പാട്ട്, അതിൽ 2-3 വരി. ഇനി നമ്മൾ എന്താണ് സ്വലാത്ത് എന്ന് പരിശോധിക്കുകയാണ്. സ്വ ല വ 3 അക്ഷരങ്ങൾ ചേർന്ന റൂട്ട്, അത് ഖുർആനിൽ 99 തവണയാണ് ആവർത്തിക്കുന്നത്. ആ സ്വ ല വ അതിൽ നിന്ന് സ്വല്ല, സ്വലാത്ത്, മുസല്ലുൻ, മുസല്ലീൻ, അങ്ങനെ 4 വിധത്തിൽ ഈ 99ലും അർത്ഥമാക്കുന്നത് നമസ്കാരത്തിന് വേണ്ടിയാണ്. സ്വലാത്ത് എന്ന പദത്തിൻ്റെ ഡയറക്റ്റ് മീനിങ്, നേരിട്ടുള്ള അർത്ഥം നമസ്കാരം എന്നല്ല. പക്ഷേ നമസ്കാരം എന്ന കർമ്മം ഈ സ്വലാത്ത് എന്ന പദത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. നമസ്കാരം എന്ന പദം ഫുർഖാനിൽ ഉള്ളതല്ല. ഫുർഖാനിൽ റുക്കൂ, സുജൂദ്, തസ്ബീഹ്, അതായത് ഫസബ്ബിഹ് ബിഇസ്മി റബ്ബിക്കൽ അദീം, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകുൻ മിന സാജിദീൻ, അർകഉ മഅറാക്കീൻ, അസ്ജുദു മഅസ് സാജിദീൻ, ഇങ്ങനെ വരുന്ന ഒരുപാട് വചനങ്ങൾ ഈ സ്വലാത്ത് എന്ന പദത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ സ്വലാത്ത് 99-ൽ 99 എന്ന് വേണമെങ്കിൽ പറയാം ഉപയോഗിക്കുന്നത് നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ്. സ്വലാത്ത് എന്ന പദത്തിന് ഒരു സ്ഥലത്ത് ഒരു ചെറിയൊരു കുഴപ്പമുണ്ട്, അത് ഞാൻ പറയാം. അധ്യായം 33 അഹ്സാബിലെ സൂചകം 56 ഇങ്ങനെയാണ്: ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഇവിടെ സ്വലാത്ത് എന്ന പദത്തിന് നമസ്കാരം എന്നല്ല അർത്ഥം. ഇവിടെ സ്വലാത്ത് എന്ന പദത്തിൻ്റെ എന്താണ് സ്വലാത്ത് എന്ന പദത്തിനുള്ള അർത്ഥം, ആ യഥാർത്ഥ അർത്ഥമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഈ ഒരു ആയത്തിൽ. ഇന്നല്ലാഹ വ മലായികത്തു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലിമ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഫുർഖാനിൻ്റെ വിവർത്തനങ്ങളിൽ, യഥാർത്ഥത്തിൽ ഫുർഖാനിൻ്റെ വിവർത്തനമല്ല, ഖുർആനിൻ്റെ വിവർത്തനങ്ങളിൽ അർത്ഥം കൊടുത്തിരിക്കുന്നത് തീർച്ചയായും അള്ളാഹുവും അവൻ്റെ മലക്കോടും നബിയോട് കാരുണ്യം കാണിക്കുന്നു. അതായത് സ്വലാത്ത് എന്ന പദത്തിന് ഇവിടെ അർത്ഥം കൊടുത്തിരിക്കുന്നത് കാരുണ്യം എന്നാണ്. സത്യവിശ്വാസികളെ, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മേൽ കാരുണ്യവും ശാന്തിയും ഉണ്ടാകാൻ പ്രാർത്ഥിക്കുക. ഇങ്ങനെയാണ് ഇവിടെ അർത്ഥം കൊടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: ദൈവവും മലക്കുകളും യുസല്ലൂന അലൻ നബിയും പ്രവാചകനെ സല്ലു ചെയ്യുന്നു. പത്രം മനസ്സിലാക്കും. സല്ലു എന്ന പദത്തിൻ്റെ അർത്ഥം ഞാൻ അവസാനം പറയാം. യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി, നിങ്ങളും സല്ലു ചെയ്യുക, നിങ്ങളും സല്ലു ചെയ്യുക എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് വസല്ലിമു തസ്ലീമ. ഈ വസല്ലിമു തസ്ലീമ എന്ന് 2 വാക്കുകൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കാതെയാണ് പുരോഹിതന്മാർ തങ്ങളുടെ എല്ലാ കുതന്ത്രങ്ങളും നടത്തിയിരിക്കുന്നത്. അതായത് നമ്മൾ സാധാരണ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ആരാധനക്ക് പറയുന്ന പേരാണ് നമസ്കാരം എന്ന്. ഈ നമസ്കാരത്തിന് ഫുർഖാൻ ഉപയോഗിക്കുന്ന പദം റുക്കു എന്ന് ഉപയോഗിക്കുന്നുണ്ട്, സുജൂദ് എന്ന് ഉപയോഗിക്കുന്നുണ്ട്, തസ്ബീഹ് എന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ ചേർത്തിട്ട് എല്ലാത്തിനും പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദം
സ്വലാത്ത് എന്നാണ്. പക്ഷേ മുസ്ലിങ്ങളാരും തങ്ങളുടെ പ്രധാനപ്പെട്ട ആരാധനക്ക് സ്വലാത്ത് എന്ന് പറയുന്നില്ല. പ്രധാനപ്പെട്ട ആരാധന പരിചയപ്പെടുത്താൻ നമസ്കാരം എന്ന പദം ആണ് ഉപയോഗിക്കുന്നത്. നമസ്കാരം എന്നല്ല, ഇതിപ്പോൾ അടുത്ത കാലത്ത് ഒന്നാണ് നിസ്കാരം എന്നാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനക്ക് ഉപയോഗിക്കുന്നത്. ഈ വളരെ പ്രധാനപ്പെട്ട ആരാധനക്ക് സ്വലാത്ത് എന്ന പദം, ഫുർഖാൻ ഉപയോഗിക്കുന്ന സ്വലാത്ത് എന്ന പദം മുസ്ലിങ്ങൾ സാധാരണ ഉപയോഗിക്കാറില്ല. ഈ സ്വലാത്ത് എന്ന പദം മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്നത് പ്രവാചകനെ വർണ്ണിച്ചുകൊണ്ട് കവികൾ നടത്തിയ കവിതകൾക്കാണ്. അപ്പോൾ സ്വലാത്ത് എന്ന പദം പുരോഹിതന്മാർ, ഇസ്ലാം മത പുരോഹിതന്മാർ ദുരുപയോഗം ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ വാക്കുകളുടെ ദുരുപയോഗം വളരെ പ്രധാനപ്പെട്ട, വളരെ അർത്ഥവത്തായ, വളരെ സാങ്കേതികമായ പദങ്ങളുടെ ദുരുപയോഗം അത് ഈ ഇസ്ലാം മത പുരോഹിതന്മാരുടെ ഇടയിൽ മാത്രമല്ല, ഇസ്രയേൽ സന്തതികളുടെ ഇടയിലും ഉണ്ടായിരുന്നു. അതിനുള്ള ഒരു ഉദാഹരണം പറയാം. ഹിത്തത്തുൻ എന്നൊരു പദമുണ്ട്. ഹിത്തത്തുൻ. ഈ ഹിത്തത്തുൻ എന്ന പദം ഫുർഖാനിൽ ആ ഒരു രൂപത്തിൽ മാത്രം, അതിൻ്റെ മറ്റൊരു രൂപത്തിലും ഉപയോഗിക്കാതെ ഹിത്തത്തുൻ എന്ന ആ രൂപത്തിൽ മാത്രം ഫുർഖാനിൽ രണ്ട് സ്ഥലത്ത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ആ രണ്ട് സ്ഥലത്തും ഒരേ ആശയം പരിചയപ്പെടുത്താനാണ്, ഒരേ ആശയം വ്യക്തമാക്കാനാണ് ആ രണ്ട് സ്ഥലത്തും ഹിത്തത്തുൻ എന്ന പദം ഉപയോഗിക്കുന്നത്. നമുക്ക് ശ്രദ്ധിക്കാം. വൈദുൽന ദുഖുലു ഹാദിഹി ഖറിയത്തുൻ ഫകുലു മിൻഹ ഹൈസു ശീതും റദം വദുഖുലു ബാബ സുജ്ജദ വഖൂലു ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും ഖതായാകും വസനസീദുൽ മുഹ്സിനീൻ فبدل الذين ظلموا قولا غير الذي قيل لهم فأنزلنا على الذين ظلموا رجزا من السماء بما كانوا يفسقون. അധ്യായം ബഖറ, സൂചനം 58-59. ഇതിൻ്റെ അർത്ഥം, അതിൻ്റെ മലയാള സാരം ഇങ്ങനെയാണ്: നിങ്ങൾ ഈ പട്ടണത്തിൽ പ്രവേശിക്കുകയും അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തു നിന്ന് യഥേഷ്ടം ഭക്ഷിച്ചുകൊള്ളുകയും തല കുനിച്ചുകൊണ്ട് വാതിൽ കടക്കുകയും പശ്ചാത്താപ വചനം, ഹിത്തത്തുൻ എന്ന പദത്തിനാണ് ഇവിടെ പശ്ചാത്താപ വചനം എന്ന് അർത്ഥം കൊടുത്തിരിക്കുന്നത്. ശരിക്കും അതിൻ്റെ സാരം ഇങ്ങനെയാണ്: തല കുനിച്ചുകൊണ്ട് വാതിൽ കടക്കുകയും ഹിത്തത്തുൻ എന്ന് പറയുകയും ചെയ്യുവിൻ. നിങ്ങളുടെ പാപങ്ങൾ നാം പുറത്തു തരികയും സൽപ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യുന്നതാണ് എന്ന് നാം പറഞ്ഞ സന്ദർഭം. എന്നാൽ അക്രമികളായ ആളുകൾ അവരോട് നിർദ്ദേശിക്കപ്പെട്ട വാക്കിന് പകരം മറ്റൊരു വാക്കാണ് പ്രയോഗിച്ചത്. അതിനാൽ ആ അക്രമികളുടെ മേൽ നാം ആകാശത്തു നിന്ന് ശിക്ഷ ഇറക്കി, കാരണം അവർ ധിക്കാരം കാണിച്ചു കൊണ്ടിരുന്നത് തന്നെ. ഇനി ഇതേ ആശയം സംഭവം ഇത് തന്നെ, ചെറിയ ഒരു വ്യത്യാസത്തോടെ, വളരെ നേരിയ വ്യത്യാസം, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വളരെ നേരിയ ഒരു വ്യത്യാസത്തോടുകൂടി ഇതേ ആശയം തന്നെ അധ്യായം 7-6 സൂചകം 161-162 അവിടെയും ഇത് ഇങ്ങനെ തന്നെയാണ് പറയുന്നത്: വഇദ് ഖീല ലഹും ഉസ്കുനൂ ഹാദിഹി ഖറിയത വഖൂലു മിൻഹാ ഹൈസു ശീതും വഖൂലു ഹിത്തത്തുൻ വദ്ഖുലൂ ബാബ സുജ്ജദൻ നഗ്ഫിർ ലക്കും ഖതിയാതികും സനസീദുൽ മുഹ്സിനീൻ ഫബദ്ദല الذين ظلموا منهم قولا غير الذي قيل لهم فأرسلنا عليهم رجزا من السماء بما كانوا يظلمون. അതിൻ്റെ മലയാള സാരം ഇങ്ങനെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ നേരിയൊരു വ്യത്യാസമുണ്ട്. നിങ്ങൾ ഈ രാജ്യത്ത് താമസിക്കുകയും ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തു നിന്ന് തിന്നുകയും ചെയ്തു കൊള്ളുക. നിങ്ങൾ പാപമോചനത്തിന് പ്രാർത്ഥിക്കുകയും ഹിത്തത്തുൻ എന്ന പദത്തിനാണ് പാപമോചനത്തിന് പ്രാർത്ഥിക്കുകയും എന്ന് അർത്ഥം കൊടുത്തിരിക്കുന്നത്. ശരിക്കും അവിടെ അങ്ങനെയല്ല വേണ്ടത്. നിങ്ങൾ ഹിത്തത്തുൻ എന്ന് പറയുകയും തല കുനിച്ചുകൊണ്ട് പട്ടണവാതിൽ കടക്കുകയും ചെയ്യുക. എങ്കിൽ നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾക്ക് നാം പുറത്തു തരുന്നതാണ്, സത്കർമ്മകാരികൾക്ക് വഴിയെ നാം കൂടുതൽ കൊടുക്കുന്നതുമാണ് എന്ന് അവരോട് പറയപ്പെട്ട സന്ദർഭം. അപ്പോൾ അവരിലുള്ള അക്രമികൾ അവരോട് നിർദ്ദേശിക്കപ്പെട്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വാക്കുമാറി പറയുകയാണ് ചെയ്തത്. അവർ അക്രമം ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഫലമായി നാം അവരുടെ മേൽ ആകാശത്തു നിന്നും ഒരു ശിക്ഷ അയച്ചു. അതായത്
ബനു ഇസ്രായേൽ സന്തതികളോട് മൂസാ നബിയുടെ കൂടെ മിസ്റിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ബനു ഇസ്രായേൽ, ചെങ്കടൽ പിളർന്ന് പുറപ്പെട്ട ബനു ഇസ്രായേൽ സന്തതികളോട് പറഞ്ഞത്, നിങ്ങൾ ഹിത്തത്തുൻ എന്ന് പറയുക. ഹിത്തത്തുൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പാപങ്ങൾ പുറത്തു കിട്ടും. ഹിത്തത്തുൻ എന്നത് സാങ്കേതിക പദമാണ്. യഥാർത്ഥത്തിൽ അത് അറബി വാക്ക് ആണോ അല്ലയോ എന്ന് നമുക്ക് സംശയിക്കാം. കാരണം ഹിത്തത്തുൻ എന്ന പദം ഫുർഖാനിൽ ആകെ 2 സ്ഥലത്തേ വരുന്നുള്ളൂ. അത് ഈ കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഹിത്തത്തുൻ. വേറെ എവിടെയും ഹിത്തത്തുൻ എന്ന പദം ഉപയോഗിക്കുന്നില്ല. അതുമായിട്ട് അതിൻ്റെ മറ്റു രൂപങ്ങൾ, ഇപ്പോൾ അറബിയിൽ ഒരു പദത്തിന് 14 രൂപങ്ങൾ ഉണ്ടാവാം. അതിൻ്റെ 14 രൂപങ്ങളിൽ ഒരു രൂപം പോലും മറ്റൊരു സ്ഥലത്തും ഫുർഖാനിൽ ഒരിടത്തു പോലും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഹിത്തത്തുൻ എന്നതൊരു സാങ്കേതിക പദമാണ്. ഈ ഹിത്തത്തുൻ എന്ന പദം അവർ മറ്റെന്തിനോ വേണ്ടി ഉപയോഗിച്ചു. ചരിത്രത്തിൽ കാണുന്നത് ഗോതമ്പിൻ്റെ ബ്രാൻഡ് നെയിം ആക്കി മാറ്റിയെന്നാണ് പറയുന്നത്. അതായത് ഗോതമ്പിൻ്റെ ബ്രാൻഡ് നെയിം, ഇപ്പോൾ അരിക്ക് കട്ടച്ചമ്പ, പൊന്നി, പാലക്കാടൻ മട്ട, അങ്ങനെയൊക്കെ പറയുന്നത് പോലെ ഈ ഹിത്തത്തുൻ എന്ന പദം അവർ ഒരു ഗോതമ്പിൻ്റെ ബ്രാൻഡാക്കി മാറ്റി. എന്നിട്ട് അവർക്ക് തോന്നിയതുപോലെ അവർ പാപമോചനം നടത്തി. ഇന്ന് ഇസ്ലാം മത വിശ്വാസികൾ ചെയ്യുന്നത് പോലെ ഇസ്ലാം മത വിശ്വാസികൾ പാപമോചനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അസ്തഗ്ഫിറുല്ലാഹുൽ-അലീം, അസ്തഗ്ഫിറുല്ലാഹുൽ-അലീം. യഥാർത്ഥത്തിൽ പാപമോചനത്തിന് വേണ്ടിയിട്ട് ഫുർഖാൻ നമുക്ക് തരുന്ന സാങ്കേതിക പദങ്ങളുണ്ട്. ഈ സാങ്കേതിക പദങ്ങൾ മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഖുർആനിന് നൽകേണ്ട മഹത്വം നൽകുകയും ഫുർഖാൻ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ പാപമോചനത്തിന് വേണ്ടിയുള്ള സാങ്കേതിക പദം നമുക്ക് പിടുത്തം കിട്ടുകയുള്ളൂ. ആ സാങ്കേതിക പദം പിടുത്തം കിട്ടാത്തിടത്തോളം നമ്മൾ പറയുന്നത് അസ്തഗ്ഫിറുല്ലാഹുൽ-അലീം, അസ്തഗ്ഫിറുല്ലാഹുൽ-അലീം. ഇത് സാധാരണ ദൈവമേ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു, ദൈവമേ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു, ദൈവമേ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു എന്ന് പറയുന്നതിന് പകരം അത് അറബിയിൽ ഉച്ചരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പാപമോചനത്തിനുള്ള സാങ്കേതിക പദമല്ല അസ്തഗ്ഫിറുല്ലാഹുൽ-അലീം എന്നുള്ളത്. ഇസ്രായേൽ സന്തതികൾക്ക് കൊടുത്ത പാപമോചനത്തിനുള്ള സാങ്കേതിക പദം ഹിത്തത്തുൻ എന്നാണ്. അതേപോലെ ഒരുപാട് സാങ്കേതിക പദം ഖുർആനിൽ ഇസ്ലാം മത വിശ്വാസികൾക്ക് നൽകിയിട്ടുണ്ട്. ഇത് ഇസ്ലാം മത വിശ്വാസികൾക്ക് നഷ്ടപ്പെടാനുള്ള ഒരു കാരണം അവർക്ക് തോന്നിയതുപോലെ വാക്കുകൾക്ക് അർത്ഥം കൊടുത്തു എന്നുള്ളതാണ്. അതായത് പ്രവാചകനെ വർണ്ണിച്ചുകൊണ്ട് കവികൾ രചിക്കുന്ന ചെറിയ കവിതയായാലും വലിയ കവിതയായാലും ഏത് രൂപത്തിലുള്ള കവിതയായാലും പ്രവാചകനെ നിരൂപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പ്രവാചകനെ തെറി പറഞ്ഞുകൊണ്ട്, മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത വിധത്തിൽ പ്രവാചകനെ തെറി പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്ന കവിതയ്ക്ക് പോലും സ്വലാത്ത് എന്ന പദം എടുത്തിട്ട് പകരം കൊടുത്തു. ഖുർആനിലെ സ്വലാത്ത് എന്ന പദം, ഫുർഖാനിൽ പ്രധാന ആരാധനാ കർമ്മങ്ങൾക്ക് ഉപയോഗിച്ച സ്വലാത്ത് എന്ന പദം ഇസ്ലാം മത പുരോഹിതന്മാർ, ചാരപുരോഹിതന്മാർ, കപടവിശ്വാസികളെ പുരോഹിതന്മാർ, മുനാഫിക് എന്ന് പറയുന്ന പുരോഹിതന്മാർ ആ സ്വലാത്ത് എന്ന പദം പ്രവാചകനെ വർണ്ണിച്ചു കൊണ്ടുള്ള കവിതകൾക്ക് നൽകി. ഇപ്പോൾ സ്വലാത്ത് എന്ന പദം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ ആരാധന, നമസ്കാരം എന്നിവ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നില്ല. സ്വലാത്ത് എന്ന പദം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നത് കവിതകളാണ്. ഇനി കവിതകളെ കുറിച്ച് പറയാം. മക്ക ഫത്തഹിന് ശേഷം, അതായത് മക്കയിലുള്ള ഒട്ടുമിക്ക ജനങ്ങളും 99% അല്ലെങ്കിൽ 100% ജനങ്ങളും കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് ചേക്കേറി. ഈ സമയത്ത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന കവികൾ അവസാനം ഒരു നിർവാഹവുമില്ലാതെ, വിശ്വാസമില്ലാതെ മുഴുവൻ കവികളും ഇസ്ലാമിലേക്ക് ചേക്കേറി. മക്ക ഫത്തഹിന് ശേഷം വളരെ കുറച്ച് നാളുകൾ മാത്രമേ പ്രവാചകൻ ജീവിച്ചിരുന്നുള്ളൂ. പിന്നെ പ്രവാചകന്റെ ഖലീഫയായി വന്നത് അബൂബക്കർ അൽ സിദ്ദീഖാണ്. അബൂബക്കർ അൽ സിദ്ദീഖിൻ്റെ കാലത്ത് ഒരു കവിക്കും അല്ലെങ്കിൽ ഒരു മുനാഫിക്കിനും ഒരു കുതന്ത്രവും കളിക്കാൻ സാധിക്കില്ല. കാരണം കാല റസൂൽ പറഞ്ഞത് ഞങ്ങൾ കേട്ടു എന്ന് പറഞ്ഞിട്ട് ഒരാൾക്കും അബൂബക്കർ അൽ സിദ്ദീഖിൻ്റെ അടുത്തേക്ക് വരാൻ സാധിക്കില്ല. കാരണം പ്രവാചകന്റെ സദസ്സിൽ ഏറ്റവും ആദ്യം എത്തുന്നത് അബൂബക്കർ അൽ സിദ്ദീഖാണ്.
പ്രവാചകന്റെ സദസ്സിൽ നിന്ന് ഏറ്റവും അവസാനം വീട്ടിലേക്ക് മടങ്ങുന്നതും അബൂബക്കർ അൽ സിദ്ദീഖാണ്. പ്രവാചകത്വത്തിന് മുമ്പ് തന്നെ അബൂബക്കർ അൽ സിദ്ദീഖ് പ്രവാചകന്റെ സുഹൃത്തായിരുന്നു. ഏറ്റവും ആദ്യം പ്രവാചകനിൽ വിശ്വാസമർപ്പിച്ച വ്യക്തിയും അബൂബക്കർ അൽ സിദ്ദീഖാണ്. പ്രവാചകന്റെ വഫാത്ത് വരെ, മരണവേള വരെ എല്ലാ സമയത്തും കൂടെയുണ്ടായിരുന്ന ഒരേ ഒരു വ്യക്തിയാണ് അബൂബക്കർ അൽ സിദ്ദീഖ്. അക്കാര്യം നിങ്ങൾ ആരും പ്രവാചകന്റെ കൂടെ നിന്നില്ലെങ്കിലും അബൂബക്കർ അൽ സിദ്ദീഖ് അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. ആ ഒരാൾ മതി എന്ന് ഫുർഖാൻ പറയുന്ന അബൂബക്കർ അൽ സിദ്ദീഖ്. ഈ അബൂബക്കർ അൽ സിദ്ദീഖിൻ്റെ കാലത്ത് അബൂബക്കർ അൽ സിദ്ദീഖിൻ്റെ മുമ്പിൽ പോയിട്ട് കാല റസൂൽ, പ്രവാചകൻ പറയുന്നത് ഞാൻ കേട്ടു എന്ന് ഒരാൾക്കും, ഒരു മുനാഫിക്കിനും, ഒരു കവിക്കും ചെന്ന് പറയാൻ സാധിക്കില്ല. അതപ്പാണ് അങ്ങനെ പറഞ്ഞത്, ഞാൻ കേട്ടില്ലല്ലോ, പിന്നെ നീ ഇങ്ങനെ കേട്ടു, ഇത് പോടോ എന്ന് അബൂബക്കർ അൽ സിദ്ദീഖിന് ധൈര്യമായിട്ട് പറയാം. അബൂബക്കർ അൽ സിദ്ദീഖ് 2 വർഷം മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. പിന്നെ അമീർ അൽ മുഅ്മിനീൻ ഉമർ അൽ ഫാറൂഖ്, ഇദ്ദേഹമാണ് ഖലീഫ സ്ഥാനത്ത് വന്നത്. അദ്ദേഹം 10 വർഷത്തോളം ഖലീഫ സ്ഥാനത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ 5 വർഷം കഴിഞ്ഞതിന് ശേഷം പിന്നത്തെ 5 വർഷം, അല്ലെങ്കിൽ ആദ്യത്തെ 2-3 വർഷം കഴിഞ്ഞതിന് ശേഷം പിന്നെ അദ്ദേഹത്തിന് ഉമർ അൽ ഫാറൂഖിന് നിൽക്കാനോ ഇരിക്കാനോ കിടക്കാനോ ഉറങ്ങാനോ സമയമില്ലാത്ത ഒരു പ്രതിസന്ധിയായിരുന്നു. കാരണം സിറിയ, ഈജിപ്ത്, ഇറാൻ, ഇറാഖ് തുടങ്ങിയ അന്നത്തെ പ്രഗത്ഭ ശക്തികൾ മുഴുവനും ഇസ്ലാമിലേക്ക് വന്നു. ഈ കാലഘട്ടത്തിൽ സ്വതവേ മുൻകോപിയായിരുന്ന, അല്ലെങ്കിൽ സ്വതവേ എടുത്തുചാട്ടക്കാരനായിരുന്ന ഉമർ അൽ ഫാറൂഖിനെ വലിയൊരു ഭാരം തലയിൽ വന്നപ്പോഴുണ്ടാകുന്ന ആ അവസ്ഥ, ഈ അവസ്ഥ മുതലെടുത്തുകൊണ്ട് പലരും ഉമർ അൽ ഫാറൂഖിൻ്റെ മുമ്പിൽ ചെന്നിട്ട് കാല റസൂൽ എന്ന് പറഞ്ഞു തുടങ്ങി. ഈ കാല റസൂൽ എന്ന് ഉമർ അൽ ഫാറൂഖിൻ്റെ മുമ്പിൽ ചെന്നിട്ട് ആരെങ്കിലും പറഞ്ഞാൽ ഉമർ അൽ ഫാറൂഖ് അവിടെ തളർന്ന് ഇരുന്നു പോകും. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഉമർ അൽ ഫാറൂഖിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, പ്രവാചകൻ ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു വസ്തുവും ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ് ഉമർ അൽ ഫാറൂഖ്. അത്രയും പ്രവാചകനെ സ്നേഹിക്കുന്ന, പ്രവാചകനെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന വ്യക്തിയാണ് ഉമർ അൽ ഫാറൂഖ്. ഈ ഉമർ അൽ ഫാറൂഖിൻ്റെ മുമ്പിൽ പോയിട്ട് ഒരു മുനാഫിഖ് കാല റസൂൽ എന്ന് പറഞ്ഞാൽ ഉമർ തളർന്നിരുന്നു പോകും. പിന്നെ ഉമർ മറ്റൊന്നും സംസാരിക്കില്ല. ഈ സാഹചര്യം തങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കവികൾ പ്രവാചകനെക്കുറിച്ചുള്ള വർണ്ണനകൾ തുടങ്ങി. അങ്ങനെ വർണ്ണനകൾ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യം വരും, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? അപ്പോൾ കവികളുടെ മറുപടി, ഇന്നല്ലാഹു മലായികത്തു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി. പ്രവാചകന്റെ പേരിൽ സല്ലു അലൈഹിയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് കവികൾ പറയുകയാണ് മറ്റുള്ളവരുടെ, പ്രവാചകനെ സല്ലു ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഒരുപാട് സല്ലുകളുണ്ട്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ അത് തുടങ്ങിയിട്ട് അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഒരുപാട് സല്ലുകളുണ്ട്. ഈ സല്ലുകൾ മുഴുവനും കവികളുടെ സൃഷ്ടിയാണ്. അത്തഹിയ്യാത്തിൽ ഉപയോഗിക്കുന്ന അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വ അലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് കമാ ബാറകത അലാ ഇബ്രാഹിമ വ അലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീൻ ഇന്നക ഹമീദും മജീദ്. നമസ്കാരത്തിൽ ഉപയോഗിക്കുന്ന ഈ വർണ്ണന പോലും കവികളുടെ സൃഷ്ടിയാണ്. ഇതൊന്നും കവികൾ സ്വലാത്ത് എന്ന പേരിൽ പ്രചരിപ്പിച്ച കവിതകളൊന്നും സാങ്കേതിക പദങ്ങളല്ല. നമ്മൾ പ്രവാചകനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്നേഹം പിടിച്ചു പറ്റാനുള്ള സാങ്കേതിക പദങ്ങളല്ല ഈ കവിതകളൊന്നും, കവികൾ സൃഷ്ടിച്ച കവിതകളൊന്നും. ഇതിന് വിശാലമായ അർത്ഥമുണ്ടാവാം, നല്ല സാഹിത്യമുണ്ട്. ഇപ്പം ഞാൻ ആദ്യം ചൊല്ലിയ സ്വലാത്ത് താജ് വളരെ വിശാലമായ, വളരെ ചിന്തിച്ചു പോകുന്ന അർത്ഥങ്ങളുള്ള ഒരു കവിതയാണ്. അതുപോലെ ഞാൻ ചൊല്ലിയതുപോലൊന്നുമില്ല, അത് നല്ല രസത്തിൽ ചൊല്ലാം, അതിലും നല്ല രസത്തിൽ ചൊല്ലാം. അത് ചൊല്ലുമ്പോൾ നമ്മളിങ്ങനെ കേട്ടിരുന്നു പോകും. എന്നാലും അത് സാങ്കേതിക പദമല്ല. പ്രവാചകനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പ്രവാചകന്റെ സ്നേഹം തിരിച്ചു പിടിക്കാൻ ഉപയോഗിക്കേണ്ട സാങ്കേതിക പദം അല്ല അത്. പിന്നെ ഏതാണ് പ്രവാചകന്റെ സ്നേഹം നമുക്ക് തിരിച്ചു പിടിക്കാൻ ഉപയോഗിക്കേണ്ട സാങ്കേതിക പദം ഏതാണ്? നമ്മൾ വീണ്ടും അതിലേക്ക് വരും.
ഇന്നല്ലാഹ വ മലായികത്തു യുസല്ലൂന അലൻ നബി. ഇനി ഞാൻ സൊല്ലു എന്ന പദത്തിൻ്റെ അർത്ഥം പറയാൻ പോവുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. ഇന്നല്ലാഹ വ മലായികത്തു യുസല്ലൂന അലൻ നബി. ദൈവവും മലക്കുകളും പ്രവാചകന് പ്രഥമ പരിഗണന നൽകുന്നു. യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി. നിങ്ങളും പ്രഥമ പരിഗണന നൽകുക. നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾക്കാണ് പ്രഥമ പരിഗണന നൽകുന്നത്? ആ കാര്യങ്ങളൊക്കെ സ്വലാത്ത് എന്ന പദത്തിൻ്റെ പരിധിയിൽ വരും. റുകൂഅ്, സുജൂദ്, ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം എന്ന് പറഞ്ഞ തസ്ബീഹ്, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകുൻ മിന സാജിദീൻ എന്ന് പറയുന്ന പദത്തിൻ്റെ പരിധിയിൽ വരുന്ന തസ്ബീഹും, അങ്ങനെയുള്ള നമ്മൾ പ്രഥമ പരിഗണന നൽകുന്ന എല്ലാ കർമ്മങ്ങളും സ്വലാത്ത് എന്ന പദത്തിൻ്റെ പരിധിയിൽ വരും. അതുകൊണ്ടാണ് നമ്മുടെ ആരാധനാ കർമ്മമായ റുക്കൂ, സുജൂദ്, ഖുർആൻ പാരായണം ഇതിൻ്റെ സംയുക്ത രൂപമായ നമസ്കാരവും സ്വലാത്ത് എന്ന പദത്തിൻ്റെ പരിധിയിൽ വരുന്നത്. പക്ഷേ നമ്മുടെ കുരുട്ടുബുദ്ധി, ഇസ്ലാം മത പുരോഹിതന്മാരുടെ കുതന്ത്രങ്ങൾ സ്വലാത്ത് എന്ന പദം പ്രവാചകനെ കുറിച്ചുള്ള കവിതകൾക്ക് വേണ്ടിയുള്ളതായി മാറി. ഇനി ഈ ആയത്തൊന്നും കൂടി ശ്രദ്ധിക്കാം. ഇന്നല്ലാഹ വ മലായികത്തു യുസല്ലൂന അലൻ നബി. ദൈവവും മലക്കുകളും പ്രവാചകന് പ്രഥമ പരിഗണന നൽകുന്നു. യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി. വിശ്വാസികളെ, നിങ്ങളും അദ്ദേഹത്തിന് പ്രഥമ പരിഗണന നൽകുക. പിന്നെ വരുന്ന രണ്ട് വാക്കുകളുണ്ട്. ഈ രണ്ട് വാക്കുകൾക്ക് ഇസ്ലാം മത പുരോഹിതന്മാർ ഒരു പ്രാധാന്യവും കൊടുത്തിട്ടില്ല. വാ സല്ലിമു, അദ്ദേഹത്തിന് സലാം ചെല്ലുക. വസല്ലിമു, അദ്ദേഹത്തിന് സലാം ചെല്ലുക. തസ്ലീമ, നിരന്തരം സലാം ചെല്ലുക. പ്രവാചകനോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ, പ്രവാചകന്റെ സ്നേഹം നമ്മൾ തിരിച്ചും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അദ്ദേഹത്തിന് നിരന്തരം സലാം ചെല്ലുക എന്നുള്ളതാണ്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ പേരിൽ മുനാഫിക്കുകളായ കവികൾ രചിച്ചുണ്ടാക്കിയ കവിത പാടുകയല്ല വേണ്ടത്. ഇനി ഈ പറഞ്ഞത് ശരിയാണോ? പ്രവാചകനെ സ്നേഹിക്കുന്നവർ ഉപയോഗിക്കേണ്ട സാങ്കേതിക പദം സലാം എന്ന പദമാണെന്ന് ഞാൻ പറഞ്ഞു. ഇത് ശരിയാണോ? അതാണ് നമ്മൾ അടുത്ത് പരിശോധിക്കുന്നത്. അധ്യായം 27 നംല്, അതിലെ സൂചകം 59. ആ ആയത്ത് ഇങ്ങനെയാണ്: ഖുലിൽ ഹംദുലില്ലാഹി വസ്സലാം അലാ ഇബാദില്ലദീന ഇസ്തഫ. നമ്മൾ പറയുക, എന്ത് പറയുക? അൽഹംദുലില്ലാഹ് എന്ന് പറയുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നീട്ടി പറയുക. അതിൻ്റെ കൂടെ സലാം എന്ന് പറയുക. ദൈവം തിരഞ്ഞെടുത്ത ദാസന്മാർക്ക്, ദൈവം തിരഞ്ഞെടുത്ത പ്രവാചകന്മാർക്ക് നമ്മൾ പറയേണ്ടത് അവരോട് സലാം 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 എന്നാണ്. അല്ലാതെ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നല്ല. അത് കവിതയാണ്, വെറും കവിത, സാങ്കേതിക പദമല്ല. സാങ്കേതിക പദം സലാം എന്നാണ്. യഥാർത്ഥ ദൈവഭക്തന്മാർ വേദഗ്രന്ഥം നന്നായി പാരായണം ചെയ്യുന്നവരാണ്. അപ്പോൾ തീർച്ചയായും അങ്ങനെയുള്ള ദൈവഭക്തന്മാർ, കറകളഞ്ഞ ദൈവഭക്തന്മാർ നിരന്തരം ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ അവർ പാരായണം ചെയ്യുമ്പോൾ അവർ യാന്ത്രികമായിട്ട്, അവർക്ക് ഫുർഖാനെ കുറിച്ച് ഒന്നും അറിയില്ല. ഇത്തരം കാര്യങ്ങളൊന്നും വായിച്ച് മനസ്സിലാക്കാനോ ചിന്തിച്ച് മനസ്സിലാക്കാനോ സാധ്യമല്ല. എങ്കിലും അവർ ദൈവത്തോടുള്ള ആരാധന കാരണം, ദൈവത്തോടുള്ള ഭക്തി കാരണം അവർ വേദഗ്രന്ഥം നിരന്തരം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നിരന്തരം പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ അറിയാതെ പ്രവാചകന്മാർക്ക് സലാം സലാം എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അധ്യായം 37 സോഫാത്ത് 79-ാമത്തെ വചനത്തിൽ സലാം അല നൂഹിൻ ഫിൽ ആലമീൻ. 109-ാമത്തെ വചനത്തിൽ സലാം അല ഇബ്രാഹിം. 120-ാമത്തെ വചനത്തിൽ സലാം അല മൂസ വ ഹറൂൻ. 130-ാമത്തെ വചനത്തിൽ സലാം അല ഇല്യാസീൻ.
181 വചനത്തിൽ വസ്സലാം അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സൂറത്ത്, ആ അധ്യായം അവസാനിക്കുന്നത്. അപ്പോൾ പുരോഹിതന്മാർ എത്ര കുതന്ത്രം പ്രയോഗിച്ചാലും ഭക്തന്മാരെ, യഥാർത്ഥ ദൈവഭക്തന്മാരെ അവർക്ക് ഒരിക്കലും വഴിതെറ്റിക്കാൻ സാധിക്കില്ല. കാരണം യഥാർത്ഥ ദൈവഭക്തന്മാർ വേദഗ്രന്ഥം നിരന്തരം പാരായണം ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ നിരന്തരം പാരായണം ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് കൽപ്പിച്ചാൽ അവർ ചെയ്യുന്ന തെറ്റുകൾ യാന്ത്രികമായിട്ട് തിരുത്തപ്പെടും. ഉദാഹരണത്തിന് സ്വലാത്ത്, പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചെല്ലണം എന്ന് അവരെ പുരോഹിതന്മാർ പറഞ്ഞ് വഞ്ചിക്കുന്നു. അങ്ങനെ അവർ നാരിയത്ത് സ്വലാത്ത്, മണവാട്ടി സ്വലാത്ത്, പുതിയാപ്പള സ്വലാത്ത്, അങ്ങനെ കുറേ സ്വലാത്തുകൾ ഇങ്ങനെ പ്രവാചകന്റെ പേരിൽ ചൊല്ലുന്നു. അവർ ഒരിക്കലും പ്രവാചകന്മാരുടെ പേരിൽ സലാം സലാം എന്ന് പറയുന്നേയില്ല. എങ്കിലും അവർ നിരന്തരം ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവർ എന്തൊക്കെ കർമ്മങ്ങളാണ് ചെയ്യേണ്ടത് അവർ യാന്ത്രികമായിട്ട് അതങ്ങ് ചെയ്തു പോകും. വസല്ലിമു തസ്ലിമ എന്ന കൽപ്പന ഖുർആൻ നിരന്തരം പാരായണം ചെയ്യുന്നവർ യാന്ത്രികമായിട്ട് പാലിക്കുന്നു. അടുത്ത കൽപ്പന ഖുലിൽ ഹംദുലില്ലാഹി വസ്സലാം അലാ ഇബാദില്ലദീന ഇസ്തഫ. ഈ കൽപ്പനയും അതിൻ്റെ അർത്ഥം എന്താണെന്ന് പോലും അറിയാത്ത നിഷ്കളങ്ക ഭക്തന്മാർ, തികഞ്ഞ ദൈവഭക്തന്മാർ വേദഗ്രന്ഥം പാരായണം ചെയ്യുമ്പോൾ അവർ യാന്ത്രികമായിട്ട് പറയുന്നു സലാം അലാ നൂഹിൻ ഫിൽ ആലമീൻ, സലാം അലാ ഇബ്രാഹിം, അങ്ങനെ തുടങ്ങിയിട്ട് അവസാനം വസ്സലാം അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞിട്ട് അവർ ആ അധ്യായം അവസാനിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് പ്രവാചകനോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അദ്ദേഹത്തോട് നിരന്തരം സലാം പറയാം, സലാം പറഞ്ഞുകൊണ്ടേയിരിക്കാം. ഇതൊരു തസ്ബീഹ് മാല എന്ന് പറയുന്നത്, തസ്ബീഹ് മാല. ഈ തസ്ബീഹ് മാല സാധാരണ കാണുന്ന തസ്ബീഹ് മാലല്ല, 33 33 33 99 ആ തസ്ബീഹ് മാല. ഇത് ഞാൻ ഉപയോഗിക്കുന്ന തസ്ബീഹ് മാല. ഇതിപ്പോൾ നമുക്ക് ഒരു റൗണ്ട് ഉപയോഗിക്കാം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ ഉപയോഗിച്ചിട്ട് ഒരു റൗണ്ട് പൂർത്തിയാകുന്ന സമയത്ത് മുഹമ്മദ് റസൂലുള്ളാഹ് സലാം അലൈക്കും വസ്സലാം അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. വീണ്ടും തുടങ്ങാം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒരു തസ്ബീഹ് മാത്രമേ ഇസ്ലാം മതത്തിലുള്ളൂ. വേറെ ഒരു തസ്ബീഹും ഇസ്ലാം മതത്തിൽ ഇല്ല. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി അലിയുൽ അളീം. ഇതാണ് ഏറ്റവും മഹത്തായ തസ്ബീഹ്. ഗൗസുൽ അഅ്ലം മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങൾ ഈ തസ്ബീഹാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരുപാട് പുരോഹിതന്മാരുണ്ട്. ഗൗസുൽ അഅ്ലം മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങളും ഇവരും തമ്മിൽ തല്ലുകൂടിയ വ്യക്തികളാണ്. മുഖ്യധാര പുരോഹിതന്മാരും മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങളുടെ അനുയായികളും തമ്മിൽ. പിന്നീടാണ് ഗൗസുൽ അഅ്ലം മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങളുടെ ജനസമ്മതി കണ്ടിട്ട് പുരോഹിതന്മാർ നമ്മുടെ ശൈഖിനാണ് കെട്ടിപ്പിടിച്ചാണ്. ഈ ഗൗസുൽ അഅ്ലം മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങൾ എന്ത് തസ്ബീഹാണ് ചൊല്ലിയെന്ന് ഇവരോട് പറഞ്ഞിരുന്നു? ഇല്ലല്ലോ. അല്ലെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരുന്നോ ഞാൻ ഇന്ന തസ്ബീഹാണ് ചെയ്തത്? ഇസ്ലാമിലെ ഒരേ ഒരു തസ്ബീഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ് ഇസ്ലാമിലെ ഒരേ തസ്ബീഹ്. ഞാൻ പറഞ്ഞത് സ്വലാത്ത് എന്ന ഓമന പേരിട്ട് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ കവികൾ തങ്ങളുടെ വയറ്റിപ്പിഴപ്പിന് വേണ്ടിയിട്ട് കുത്തിക്കുറിച്ച് വെച്ച കവിതകൾക്കാണ്. കവികൾ ഒറ്റപ്പെട്ടപ്പോൾ പ്രവാചകൻ്റെ അനുയായികളിൽ നിന്ന് വല്ലതും നേടുന്നതിന് വേണ്ടിയിട്ട് കവികൾ കുത്തിക്കുറിച്ച് വെച്ച കവിതകൾക്കാണ് നമ്മൾ ഇന്ന് സ്വലാത്ത് എന്ന ഓമന പേരിട്ട് വിളിക്കുന്നത്. സ്വലാത്ത് എന്ന പദത്തിൻ്റെ യഥാർത്ഥ അർത്ഥം, ഇതിനാകെ ഒരർത്ഥമുള്ളൂ. അതിൻ്റെ അർത്ഥം പ്രഥമ പരിഗണന നൽകുന്നത് എന്താണ് അത് എന്നാണ് സ്വലാത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറയാൻ ആഗ്രഹിച്ചു, ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിച്ചത് ഇതാണ്. സ്വലാത്ത് നിങ്ങൾക്ക് ചൊല്ലാൻ. ഞാൻ ആദ്യം സ്വലാത്ത് താജ് ചൊല്ലി, പിന്നെ ഒരു മാപ്പിളപ്പാട്ടിൻ്റെ ഒരു വരി പാടി, പിന്നെ ഒരു സിനിമാ പാട്ടും പാടി. ഇതിന് മൂന്നിനും തുല്യ പ്രാധാന്യമാണ്. നമ്മുടെ മനസ്സിലൊരു സംതൃപ്തി ഉണ്ടാവും. നമ്മളൊരു പാട്ട് പാടുമ്പോൾ, നമ്മളൊരു പാട്ട് ആസ്വദിച്ച് പാടുമ്പോൾ
നമ്മുടെ മനസ്സിന് കിട്ടുന്ന ആ സംതൃപ്തി നമുക്ക് സ്വലാത്ത് എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന കവിതകളിൽ നിന്ന് ലഭിക്കും. പക്ഷേ അത് സാങ്കേതിക പദങ്ങളല്ല. ആരാധനാരൂപത്തിൽ അത്തരം പദങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവും നമുക്ക് ലഭിക്കുന്നില്ല. ആരാധനയിൽ ഉപയോഗിക്കേണ്ട സാങ്കേതിക പദങ്ങൾ എന്താണോ ആ പദങ്ങൾ തന്നെയാണ് നമ്മൾ ആരാധനയിൽ ഉപയോഗിക്കേണ്ടത്. ഇനി സ്വലാത്ത് താജല്ല, അതിൻ്റെ മുകളിൽ വേറെന്തെങ്കിലും സ്വലാത്തുണ്ടെങ്കിൽ അതൊന്നും ആരാധനയായിട്ട് കണക്കാക്കപ്പെടില്ല. കാരണം അതൊന്നും സാങ്കേതിക പദമല്ല, ഫുർഖാൻ കൽപ്പിച്ചതും അല്ല. കവികൾ കവിത കുറിക്കുന്നു. പുരോഹിതന്മാർ ആ കവിതകൾ തങ്ങളുടെ പൗരോഹിത്യം നിലനിർത്താൻ വേണ്ടിയിട്ട് വളരെ സമർത്ഥമായി ഉപയോഗിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവും നമുക്ക് വരാം.